C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ ഗായത്രിയമ്മേ? ബാലമ്മ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ ശരിയാവില്ല. നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. നമുക്കതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഗായത്രിയമ്മേ? എന്ത് സംഭവിച്ചാലും നമുക്ക് അനുഭവിച്ചല്ലേ പറ്റൂ. അതിനൊരു വഴിയാണ് ഞാനും ആലോചിക്കുന്നത്. ആ വഴികളിൽ അവസാനം ചെന്നെത്തുന്ന ഇടം മുകളിലത്തെ ആ മുറിയാണ്, രാജനന്ദിനിയുടെ മുറി. ഗായത്രിയമ്മ പറഞ്ഞു വരുന്നത്? അതെ, ആ മുറിയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അപ്പോ ആ മുറിയിൽ തന്നെ എല്ലാം അവസാനിക്കണം. അതിനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗായത്രിയമ്മേ, ബാലമ്മ എന്നെ തടയണ്ട. ആര് ചോദിച്ചാലും എന്നെ ബാലമ്മ കണ്ടിട്ടില്ല. ഇനി ഞാനും അമ്മയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്. എന്നോട് പറയേണ്ടതല്ല, ശ്രീലക്ഷ്മിയോട് പറഞ്ഞാൽ മതി. എനിക്ക് പകരക്കാരിയായിട്ടല്ല, ഞാനായിട്ട് തന്നെ അവൾ അത് കേട്ടോളൂ. ഇനി ഒന്നും എനിക്ക് പറയാനും കേൾക്കാനും ഇല്ല. അമ്മയ്ക്ക് പോകാം. ശ്രീലക്ഷ്മി മേഡോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നജീബക്ക. എന്താ മാഡം അത് രാവിലെ തന്നെ? എനിക്ക് ചില ഫയലുകൾ വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. ഏത് ഫയലാന്ന് വെച്ചാ ഞാൻ എടുത്തു തരാം മാഡം. മാഡം ക്യാബിനിലേക്ക് വെക്കുള്ളൂ. വേണ്ട നജീബക്ക, ഞാൻ നോക്കിയെടുത്തോളാം. ശരി മാഡം. കുടിക്കാൻ ചായയോ കോഫി എന്തെങ്കിലും എടുക്കണോ? വേണ്ട. ഓക്കെ മാഡം, എങ്കിൽ പിന്നെ മാഡത്തിന്റെ ജോലി നടക്കട്ടെ. ശരി ശരി മാഡം. അല്ല, ഇത്രയും നേരത്തെ ആദ്യമായിട്ടാണല്ലോ ശ്രീലക്ഷ്മി മാഡം ഓഫീസിലേക്ക് വരുന്നത്. എന്ത് ഫയലായിരിക്കും മാഡം വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു? ആ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ എവിടെയാണ് ഞാനത് കണ്ടത്? ഇതെന്താ ആ ഫയൽ മാത്രം ഇവിടെ കാണാത്തത്? അത്രയും പഴയ ഫയലായതുകൊണ്ട് അതാരും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതില് ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണുന്നില്ലല്ലോ. ആരോ ഇളക്കി മാറ്റിയിരിക്കുക. ആരായിരിക്കും ഇങ്ങനെ ചെയ്തത്? വീട്ടിൽ നിന്ന് ഡയറി കാണാതായതിനും ഇപ്പൊ ഈ ഫോട്ടോ കാണാതായതിനും പിന്നിൽ ഒരാളായിരിക്കോ? ആരോ എന്റെ പിന്നിൽ. രാജാറാം സാറിനോട് ആയതുകൊണ്ട് ഞാൻ പറയാം,
എന്ത് അസുഖത്തിന്റെ പേരിലായാലും ശ്രീലക്ഷ്മി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കുറച്ച് ഓവറാ. അതാണ് ആ വർമ്മൻ മില്ലിൽ നിന്നും ഇപ്പൊ ഔട്ടായത്. എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയൊക്കെ ഇല്ലേ രാജാറാം സാർ? ആ പരിമിതിക്കും പരിധിക്കും ഉള്ളിൽ നിന്ന് ശ്രീലക്ഷ്മി ഇനിയും വ്യതിചലിച്ചു പോയാ ഇപ്പൊ സ്നേഹമുള്ളവർക്ക് കൂടി നാളെ ശ്രീലക്ഷ്മി ഒരു ബാധ്യതയായെന്ന് വരും. ഗായത്രി അമ്മയ്ക്ക് അടക്കം. പിന്നെ എന്റെ ഇപ്പോഴത്തെ ബോസ് രേഖ എന്ന് പറയുന്ന രേഖ മാഡം ശ്രീലക്ഷ്മിയെ ഏതെല്ലാം വിധേന ദ്രോഹിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ അവളുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ ഇതൊന്നും പോരാത്തതിന് GD എന്ന ഒരു ശത്രു വേറെ. ശ്രീലക്ഷ്മിയുടെ ഈ പോക്കിൽ അപാകതകൾ ഒരുപാടുണ്ട്. അതിനിയും ശ്രീലക്ഷ്മി മനസ്സിലാക്കിയില്ല എങ്കിൽ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ആവും അത്. അതിന്റെ എല്ലാം ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രവി സാർ ആവും. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം സാർ തകർച്ചയിലേക്ക് പോയെന്ന് വരും. സാന്ദ്ര മേഡത്തിന് രവി സാറിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട്. രവി സാറും രാജനന്ദിനിയും ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാത്തതും മേഡത്തിന്റെ ഈ സംശയത്തിന് കാരണമാണ്. രാജനന്ദിനി മരിക്കുമ്പോ സാന്ദ്ര മേഡത്തിനേക്കാൾ പ്രായം കുറവായിരുന്നു രവി സാറിന്. ഒരു ചെറുപ്പക്കാരൻ വഴിതെറ്റി പോകേണ്ടിയിരുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു തരി ചലിച്ചിട്ടില്ല രവി. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. ആഗ്രഹങ്ങൾ പോലെ എങ്ങനെ വേണേലും ജീവിക്കാമായിരുന്നിട്ടും രാജനന്ദിനിയുടെ മരണത്തിനു ശേഷം 20 വർഷങ്ങൾക്കിപ്പുറം ശ്രീലക്ഷ്മിയെ കണ്ടതിന് ശേഷമാണ് രവി ജീവിക്കുന്നു എന്നെനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ പറയാൻ 100 ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രവിയുടെ ജീവിതത്തിൽ. സാന്ദ്ര മേഡം പേടിക്കുന്നത് പോലെ രവി സാറിനൊന്നും ഉണ്ടാവില്ല. ശ്രീലക്ഷ്മിയെ രവി തിരികെ കൊണ്ടുവരും. ആഞ്ഞടിച്ച കാറ്റിൽ കടപുഴകിയിട്ടില്ല, പിന്നെയല്ല ഇളം കാറ്റില്. സാന്ദ്ര മേഡം, കഥയില്ലാത്തവർക്ക് ചുറ്റും ഒരുപാട് കഥകൾ പരക്കും. അതിൽ ചില കഥകളൊക്കെ ഓർമ്മകളും മറ്റു ചിലത് ഓർമ്മപ്പെടുത്തലുമായിരിക്കും. അത് തിരിച്ചറിയാനുള്ള കഴിവ് രവി സാറിന് ധാരാളമായിട്ടുണ്ട്. അപ്പോ ഞാൻ കഥ ഉണ്ടാക്കിയതാണെന്നാണോ രാജാറാം സാർ പറഞ്ഞു വരുന്നത്? സാന്ദ്ര മേഡം, കഥയായാലും കാര്യമായാലും രവിചന്ദ്രവർമ്മന്റെ വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല. എനിക്കൊരു തിരക്കുണ്ട്, പോട്ടെ. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരമ്മ, ഈശ്വരമ്മേ, അമ്മേ ദേവി, എത്ര കാലം ഈശ്വരമ്മെ കണ്ടിട്ട്. ഞങ്ങൾ ഇത്ര ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ലെന്നാ കരുതിയത്. പറയേണ്ട കാര്യങ്ങൾ പറയുകയും അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച പല ദൗത്യങ്ങളിൽ ഒന്ന്. ഞാനിന്ന് ഇവിടെ വരണമെന്നുള്ളതും സരോജത്തെ കാണണമെന്നുള്ളതും അതുപോലെ ഒരു ദൗത്യം. എന്നാലും ഇത്രയും ദൂരം ഇവിടെ വന്ന് എന്നെ കാണണമെങ്കിൽ ഈശ്വരമ്മയ്ക്ക് വലിയ കാര്യങ്ങളിൽ എന്തോ ഒന്ന് എന്നെ ധരിപ്പിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടുണ്ടായിരുന്ന സങ്കടങ്ങളും ആവലാതികളെല്ലാം മാറി വരുന്ന സമയം ഇതെന്ന് എനിക്ക് തോന്നുന്നു ഈശ്വര്യമ്മേ. മോളുടെ ജീവിതത്തിലും ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അത് വിശ്വാസം. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും കൺമുന്നിലില്ല എന്ന് വേണം പറയാൻ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യജീവിതം ജഡത്തിന് സമം. മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആവലാതികളില്ലാത്ത മാതാപിതാക്കൾ ചുരുക്കം. ഏകമകളിൽ തുടങ്ങിയ പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതേണ്ട സരോജം. അഷ്ടമികൾ ആവർത്തിക്കപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഇനി മുതൽ ഒഴിഞ്ഞു നിൽക്കും. മകളുടെ വിവാഹത്തോടെയാണ് ആ ഒരാൾ ശത്രുവാകുന്നത്. ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ കൽപ്പിച്ച വരം, ആ ശത്രുവിന്റെ പക നടപ്പാക്കുന്നതിനുള്ള അനുവാദം.
പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സരോജം. എന്തു ചെയ്യാനും അത് നല്ല പ്രവൃത്തിയാണെങ്കിലും അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നത് മനസ്സ് നേറിയാണെങ്കിൽ അതാവും സർവേശ്വരൻ ആദ്യം കേൾക്കുക. അതിൽ നിന്നും മോചനത്തിന് അതിനുമപ്പുറമായി സ്വയം പ്രാർത്ഥിക്കുക, സ്വയം സമർപ്പിക്കുക. അതുമാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്നത്. ഭർതൃഗൃഹത്തിലുള്ള ശത്രുത ഒരു പരിധിവരെ ഈശ്വരൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. നിന്റെ മകളുടെ യാത്ര ഇതുവരെ നേരിട്ട് കാണുകയോ അറിയാത്തതോ ആയ ആളുകളുടെ പുറകെയാണ്. ആ അന്വേഷണത്തിൽ അവൾ കണ്ടെത്തേണ്ട തെളിവുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിന്റെ മകൾ തേടുന്നത് ആരെയാണോ അവർ നിന്റെ മകളെയും തേടുന്നുണ്ട്. കരുത്തും തന്റെ ഇടവും ആവോളമുണ്ട് ആ ശത്രുവിന്. ഒരു കണ്ണുകൊണ്ട് പകയും മറുകണ്ണുകൊണ്ട് കരുണയും കാണിച്ച് ആരുമറിയാതെ ആ ശത്രു ഈ നാട്ടിൽ നിലയുറപ്പിക്കും. നിലമൊരുങ്ങിക്കഴിഞ്ഞു. ഇനി എഴുന്നള്ളത്താണ്. സർവനിഗ്രഹമാണ് ആഗമനോദ്ദേശം. തടുക്കാനാവാത്ത നിമിത്തങ്ങളെ സന്ദർഭോചിതമായി നേരിടണം സരോജം. നിഗ്രഹിക്കാനുള്ള വരം കൊടുക്കുന്നതും രക്ഷിക്കാനുള്ള പരിഹാരോപായവും അന്നപൂർണേശ്വരിയിലായതുകൊണ്ട് പ്രാർത്ഥിക്കുക. രക്ഷാമാർഗം അവിടുന്ന് കാണിച്ചു തരും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി. താങ്ക് യു മാഡം. ലക്ഷ്മി, തന്റെ വർക്കൊക്കെ കഴിഞ്ഞോ? ഏകദേശം പൂർത്തിയാവാറായി സർ. ഉടനെ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത്. തനിക്കെന്താ ഒരു മാറ്റം? എന്ത് മാറ്റം സർ? കുറച്ചു മുമ്പ് ഞാൻ തന്നെ കണ്ടപ്പോ താനത് ടെൻഷനിലായിരുന്നു. ഇപ്പതേ താൻ വളരെ സന്തോഷത്തിലായിരിക്കുന്നു. അതോ എനിക്കിനി അങ്ങനെ തോന്നുന്നതാണോ? തോന്നലല്ല സർ, ശരിയാ. ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തില. മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം. എന്റെ അമ്മേ, ഇതൊന്ന് കേൾക്കാൻ ഞാൻ എത്ര ദിവസങ്ങളായിട്ട് കാത്തിരിക്കുക. ഈ മനസ്സ് നിറഞ്ഞുള്ള തന്റെ സന്തോഷം കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഞാനും. സാറിന്റെ ഇഷ്ടം ഒരു പരിധിവരെ പരിഗണിച്ചുകൊണ്ടാ ഞാനും വേറൊന്നിനെ കുറിച്ചും ആലോചിക്കാത്ത. അത് നന്നായി ശ്രീലക്ഷ്മി. മറക്കേണ്ടത് മറന്നു തുടങ്ങിയാൽ തന്നെ പകുതി നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനിയൊരിക്കലും ഈ മുഖത്ത് സന്തോഷത്തിന് മങ്ങലേൽക്കരുത്. അത് താൻ തന്നെ വിചാരിച്ചാലേ നടക്കൂ. താൻ ഒരു കാര്യം ചെയ്യ്, വീട് വരെ ഒന്ന് പോയിട്ടോ. ഞാൻ ഡ്രൈവറിനോട് പറയാം. സർ, വീട്ടിലേക്ക് പോവാം. പക്ഷേ പോകുന്നതിന് മുൻപ് എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇരുന്ന് സംസാരിക്കാം. തായിരിക്കും. പറയൂ ശ്രീലക്ഷ്മി, എന്താ തനിക്ക് പറയാനുള്ളത്? എന്തായാലും കേൾക്കാൻ ഞാൻ റെഡിയാ. അത് സർ, ഈ ഇടയായിട്ട് നടന്ന കുറെ ഇൻസിഡൻസ് കാരണം നമ്മളുടെ രണ്ടാളുടെയും മൈൻഡ് അപ്സെറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അതെ, ശ്രീലക്ഷ്മി ഓക്കെ ആയതുകൊണ്ട് ഞാൻ ശ്രീലക്ഷ്മി വെയിറ്റ്. ശ്രീലക്ഷ്മി, തനിക്ക് അവിടെ പോയാൽ സന്തോഷവും ആശ്വാസവും കിട്ടുമെങ്കിൽ താൻ പോകാൻ റെഡി ആയിക്കോ. നാളെ തന്നെ. സത്യമാണോ സർ? തന്റെ മുഖത്തെ ഈ സന്തോഷത്തേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല ശ്രീലക്ഷ്മി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ വരാം സർ, ഒരു മിനിറ്റ്.
യാത്രകൾ എപ്പോഴും ഓർമ്മകളാവണം. പക്ഷേ ഈ യാത്ര ഓർമ്മകൾ പുതുക്കാനുള്ള പലതുമാണ് എനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന വ്യക്തമായ തിരിച്ചറിവോടെ തന്നെ ഞാൻ ശ്രീലക്ഷ്മിയോടൊപ്പം യാത്ര തിരിക്കുകയാണ്. എൻ്റെ ആശങ്കകളും സംശയങ്ങളും അമ്മയും വേറെ ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമ്മ ചിലപ്പോൾ മറന്നു തുടങ്ങിയ കാര്യങ്ങളാവും ഇത്. എങ്കിലും അത് കാര്യമാക്കാതെ വേണം അമ്മയോട് ഈ കാര്യം അവതരിപ്പിക്കാൻ. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി അതർ വേ. എന്താ ഇത്? താൻ എന്താ ഈ കാണിക്കുന്നത്? എന്താ എന്തു പറ്റി? എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്. അതിന് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഒരു വഴിയില്ലാത്തതുകൊണ്ടാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. സോറി സാർ. സാൻഡ്രയ്ക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും എന്റെ ക്യാബിലേക്ക് വരൂ. കമോൺ. സാർ, എന്താ സാൻഡ്ര? എനിക്ക് സാറിനോട് പറയാനുള്ളത് ഒഫീഷ്യൽ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് എനിക്ക് സംസാരിക്കണം. ശരി, എന്താ പറയാനുള്ളത്? പറയാനല്ല, ചോദിക്കാനാ ഉള്ളത്. എന്ത്? ഇന്നലെ രാത്രി സാറിനെയും കാത്ത് ഞാൻ എന്റെ വീട്ടിൽ എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തെന്നറിയോ? സാർ എന്താ വരാതിരുന്നത്? ഓ, അതാണോ? ഞാൻ കുറച്ച് തിരക്കായി പോയി സാൻഡ്ര. ഞാൻ രാജാറാമിനെ പറഞ്ഞേൽപ്പിച്ചു വിട്ടായിരുന്നല്ലോ, ഒരു ഗിഫ്റ്റും കൊടുത്തു വിട്ടായിരുന്നു. എനിക്ക് കാണേണ്ടതും ഞാൻ കാത്തിരുന്നതും രാജാറാം സാറിനെ അല്ല. എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരേണ്ടതും രാജാറാം സാർ അല്ല. എനിക്ക് ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആരാണോ ഉള്ളത്, അദ്ദേഹത്തെയാണ് ഞാൻ കാത്തിരുന്നത്. മാഡം ഇപ്പൊ എന്നോട് സംസാരിച്ചത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലാണെന്ന് എനിക്കറിയാം. ഈ ഓഫീസിൽ കാലുകുത്തിയ ദിവസം മുതൽ ദാ ഈ നിമിഷം വരെ എന്നെ നല്ല പോലെ അറിയാമെന്ന ആളെന്ന രീതിയിലും മാഡത്തിനോടുള്ള കടപ്പാട് കൊണ്ടും മാത്രം ഞാനൊരു സത്യം പറയാം. ശ്രീലക്ഷ്മി ഒരിക്കലും സാന്ദ്ര മാഡത്തിനോട് കള്ളം പറയില്ല. ശ്രീലക്ഷ്മിക്ക് നിങ്ങളാരും കരുതുന്ന പോലെ ഒരു അസുഖവും ഇല്ല. ചില കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം ബോധപൂർവം തന്നെ ഞാൻ ചെയ്യുന്നതാ. എല്ലാം എല്ലാവരും അറിയുന്നത് വരെ മൗനം മാത്രം എന്റെ മറുപടി. മുതലാളിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ. ഇനി ആ നാട്ടിലൊരു ജോലിക്കൊന്നും വയ്യ മുതലാളി. അല്ല, അത് പറയേണ്ട കാര്യമുണ്ടോ? എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം. ശരി മുതലാളി. ആ സരോജം, സഹദേവ മുതലാളിയെ വിളിച്ചത്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു മുതലാളി. ബെസ്റ്റ്. മോളുടെ കല്യാണത്തിന് കാശ് കടം തരാന്ന് പറഞ്ഞിട്ട് അവസാനം കൈമലർത്തിയ ആളല്ലേ നിങ്ങളുടെ മുതലാളി? നമ്മൾ ഈ വാടക വീട്ടിൽ താമസിക്കാൻ ഒരു തരത്തിൽ ഉത്തരവാദി അയാളും കൂടിയാ. നമ്മുടെ സമയദോഷത്തിന് മുതലാളിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എടേ, നമുക്ക് വിധിച്ചതായിരുന്നെങ്കിൽ അന്ന് ആ കാശ് നമുക്ക് തന്നെ കിട്ടുമായിരുന്നു. ആ, അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ മോളെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഓഫീസിൽ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. സമയം സന്ധ്യ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? പഴയ പോലൊരു സ്റ്റാഫ് അല്ലല്ലോ അവളിപ്പോ. ആ വലിയ ഓഫീസിന്റെ ഓണറല്ലേ. കൂടാതെ അവളുടെ ഭർത്താവും ഒപ്പം ഉണ്ടാകും. പിന്നെ നീ എന്തിനാ സരോജം പേടിക്കുന്നത്? പേടിയല്ല ശ്രീടച്ച. അല്ല മോളെ, ഇവിടെ ഇത്ര അമ്പലമുള്ളപ്പോ അത്രയും ദൂരം ആ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ? അതമ്മേ, അവിടെ ഒരു നേർച്ചയുണ്ടായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന സ്ഥലം അത്. അവിടെ നേർച്ച നടത്തിയ അത് ഫലിക്കുന്ന അവള് പറഞ്ഞത്. നേർച്ചയോ? എന്ത് നേർച്ച? എന്റെ പൊന്നു സരോജം, ഇനി ഓരോ മണ്ടത്തരം ചോദിക്കാതെ. ഭാര്യയും ഭർത്താവും വിവാഹത്തിന് ശേഷം ഒരുമിച്ച് നേർച്ച ചെയ്യാൻ പോകുന്ന എന്തിനാ? എന്തിനാ? എടി, ആരോഗ്യമുള്ള ഒരു മോനെയോ മോളയോ തരാൻ. ഇപ്പൊ മനസ്സിലായ?
അതായത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയുള്ള ഒരു നേർച്ച അല്ലേ മോളെ? എന്റെ ഈ യാത്ര ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടല്ല അച്ഛാ, മരിച്ചയാൾക്ക് വേണ്ടിയിട്ടാ, രാജനന്ദനിക്ക് വേണ്ടിയിട്ട്. എന്റെ യാത്രാമധ്യേ വന്ന അതിഥിയെ തേടിയാണ് എന്റെ ഈ യാത്ര. ജനനവും മരണവും തീരുമാനിക്കുന്ന ആ ദേവീ നടയിൽ ഉണ്ടാവണം ഞാൻ തിരയുന്ന ആ ഒരു മുഖം. എന്താ മോളെ ആലോചിക്കുന്നത്? മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോളുടെ നേർച്ച ഫലിക്കാനേ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കാം. ഒക്കെ നടക്കും. അപ്പോ മോള് നാളെ പോവാണല്ലേ? പോയിട്ട് ഇങ്ങോട്ട് തിരികെ വരുമോ അതോ? അറിയില്ല അച്ഛാ. അവിടെ ചെന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോഴും ഇങ്ങോട്ടേക്ക് വരൂ. സത്യം പറഞ്ഞാൽ ഒരച്ഛനെന്ന നിലയിൽ പറയാൻ പാടില്ലാത്തതാണ്. എങ്കിലും മോള് ഇവിടെ വന്നു നിന്ന ദിവസങ്ങളിലാ ഞങ്ങൾ ശരിക്കും ജീവിച്ചത്. നിന്റെ അമ്മയുടെ കണ്ണൊന്ന് തോർന്നു കണ്ടത്. അത് മദറിലോയ്ക്ക് ശ്രീലക്ഷ്മിയുടെ ഉദ്ദേശം മനസ്സിലാവാത്തതുകൊണ്ടാ. നിങ്ങൾക്കെല്ലാവർക്കും അവളോടുള്ള സ്നേഹം അവള് മുതലെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാ ഈ ടൂർ പ്രോഗ്രാം. എന്ത് സ്റ്റെപ്പ്? താൻ എന്താ രേഖ, സി ഡി കളിക്കുകയാണോ? തന്റെ മനസ്സിൽ എന്തൊക്കെയോ ഊഹാപോഹങ്ങളുണ്ട്. അതൊക്കെ അമ്മയുടെ മുന്നിൽ തനിക്ക് അവതരിപ്പിക്കണം. അതിനല്ലേ താനിങ്ങനെ വളഞ്ഞു 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 പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? എനിക്കൊന്നും വളച്ചു കെട്ടേണ്ട കാര്യമില്ല രഘു, തെളിച്ചു പറയാം. മദറിൻലോ, ശ്രീലക്ഷ്മിയുടെ ഈ ടൂറ് തന്നെ ബ്രദറിൻലോയെ കൊണ്ട് ചിലത് നേടിയെടുത്ത് ബ്രദറിൻലോയുടെ മനസ്സ് മാറ്റാനാ. ഓ, ഭയങ്കര കണ്ടുപിടുത്തമായി പോയി. സമ്മതിച്ചു രേഖ, യു ആർ ബ്രില്യന്റ്. അമ്മ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. രേഖ ഇവിടെ തനിച്ച് നിന്ന് സംസാരിക്കട്ടെ, വെറുതെ സമയം കളയാനായിട്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ല. പക്ഷെ കണ്ടോ, നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പ രഘുവിന്റെ മുഖത്ത് ഈ പരിഹാസമൊന്നും കാണില്ല. നിങ്ങൾ രണ്ടാളും അപ്പ വിഷമിക്കാതിരിക്കാൻ ഞാൻ എന്തായാലും അത് നേരത്തെ പറഞ്ഞേക്കാം. ശ്രീലക്ഷ്മിയും ബ്രദറിൻലോയും താമസം മാറാൻ പോവാ വേറെ വീട്ടിലേക്ക്. അത് ഉടനെ. ഇത് താൻ ഓഫീസിൽ ആരെങ്കിലും പറയുന്നത് കേട്ടതാണോ? അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? എന്തായാലും നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. പെട്ടെന്ന് ബ്രദറിൻലോ ഈ കാര്യം അവതരിപ്പിക്കുള്ളുണ്ടാവുന്ന ഷോക്ക് ഒഴിവാക്കാലോ. ടൂറിന്റെ പേര് പറഞ്ഞ് പുതിയ വില്ല വാങ്ങാൻ പോവാ രണ്ടാളും. ശ്രീലക്ഷ്മിയല്ലേ ആള്, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഇവിടെന്ന് പോവേണ്ടി വന്നതിന്റെ ദേഷ്യം അവൾക്ക്. രേഖ, അവര് രണ്ടാളും എവിടേക്കെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോകട്ടെ. ആവശ്യമില്ലാത്തതും രേഖയ്ക്ക് ഉറപ്പില്ലാത്തതുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവരുടെ യാത്ര മുടക്കാന്ന് രേഖ വിചാരിക്കണ്ട. അമ്മേ, ചേട്ടായി വന്നല്ലോ. മോനെ രവി, ശ്രീലക്ഷ്മിയും കൂട്ടി നീ എങ്ങോട്ടോ യാത്ര പോവാണെന്ന് ഞാൻ അറിഞ്ഞു. ശരിയാണോ? അതന്നെ, അവരും അമ്മയോട് ഫോൺ ചെയ്ത് പറയണമെന്ന് ഞാൻ. ആദ്യം താൻ കാര്യം പറ. പറയാം മാഡം. കോളനിയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് അത് വൃത്തിയാക്കാനും എല്ലാ വീട്ടിലും പൈപ്പ് കണക്ഷൻ നിർബന്ധമായും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്കൊരു നിവേദനം കൊടുക്കാൻ ഞാൻ ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നിവേദനം കൊടുക്കാനെന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ ഞാൻ മുൻകൈയെടുത്ത് എല്ലാവരുടെയും ഒപ്പുശേഖരണവും നടത്തി. ആ വെള്ള പേപ്പറിൽ താൻ മാറ്റർ എഴുതിച്ചു. അവര് താമസിക്കുന്ന കോളനി ആ കമ്പനിക്ക് തീരെഴുതി കൊടുത്തതായിട്ട് അല്ലേ? അയ്യോ, മാഡത്തിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ഞാൻ നീരേറ്റ് കോളനിയിലെ അന്തേവാസിയല്ല. താൻ പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിച്ച ആ പാവങ്ങളൊക്കെ കിടപ്പാടവും പോയി തെരുവിൽ അലയുമ്പോ ഇതെല്ലാം ചെയ്തിട്ട്
ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ അല്ലേടോ? അതല്ല മാഡം, കുറെ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ. എന്നിട്ട് എത്ര കിട്ടി? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് തരാമെന്നാ പറഞ്ഞത്, അതും കോളനി പൊളിക്കാൻ നേരത്ത്. അല്ല, മാഡം ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. പറയാം. ആദ്യം നീരേറ്റ് കോളനിയിലെ ആ സുദർശനൻ വീട് ഭൂമിയിൽ പതിഞ്ഞ് മണ്ണടിയട്ടെ. അതുകൊണ്ട് തന്നെ തന്നോളം എനിക്കും ഈ വീടും പരിസരവും ഇങ്ങനൊരു അവസ്ഥയിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രീലക്ഷ്മി. സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നോടാരും പറഞ്ഞുമില്ല. അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ഒരാശ്വാസത്തിന് ഓടി വരാൻ പറ്റുന്നൊരിടം. ശ്രീലക്ഷ്മി എന്നെ ഞാനാക്കിയ സ്ഥലം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലെത്താതെ നമുക്ക് നോക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. താമസിക്കണ്ടോ, തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നേ ഉള്ളൂ. സാൻഡ്ര മാഡം, മാഡം പോയോ? ഇവിടെയുണ്ട്. അല്ല, കുറെ നേരമായി മാഡം ഒന്നും മിണ്ടുന്നില്ലല്ലോ. വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത് കാര്യമാണ് മാഡം? എന്തായാലും മാഡത്തിന് എന്നോട് പറയാം. വിശ്വാസമല്ലേ വലുത്. വിശ്വാസം എന്നെ ഇല്ലാതാക്കാൻ വന്നതാണെന്ന് വ്യക്തം. വാതിൽ തുറക്കാൻ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.